വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ചാനൽ 1-ന്റെ മിഷൻ യാത്രയുടെ ഭാഗമായി കോലാപ്പൂരിൽ നാം കടന്നുപോയ ഒരു പ്രവർത്തന മേഖലയെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ. നമുക്ക് അവിടെ ഒരു പ്രവർത്തനമുണ്ട്. അത് നമ്മുടെ ആന്ധ്രയിൽ നിന്നുള്ള ജോസഫ് എന്ന് പറയുന്ന ജോസഫ് എന്ന് പറയുന്ന ഒരു ദൈവഭൃത്യനാണ് അവിടെ വേലയിലായിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ശുശ്രൂഷയിലൂടെ അവിടെ ഒരു കുടുംബം രക്ഷയിലേക്ക് വരുവാനിടയായി തീർന്നു. അതിനെ തുടർന്ന് ആ കുടുംബത്തിൽ ഒരു ചെറിയ പ്രാർത്ഥന അവിടെ ആരംഭിച്ചു. അവിടെ അതിന്റെ ചുറ്റുവട്ടങ്ങളിലുള്ള പ്രിയപ്പെട്ടവരൊക്കെ കൂടി വന്നു. ആ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അത് ഈ കഴിഞ്ഞ വർഷത്തിന്റെ ലാസ്റ്റ് മാസങ്ങളിലാണ് അത് ആരംഭിച്ചത്. അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രവർത്തനം സായംഗ്ലിയിലുണ്ട്. ഇപ്പോൾ നാം കാണുന്നത് കോലാപ്പൂരിൽ അദ്ദേഹത്തിന്റെ ആ ഒരു മിഷൻ ഫീൽഡിലേക്കാണ് നാം പോകുന്നത്. അവിടുത്തെ ദൈവപ്രവൃത്തിനെ അവിടെ പ്രാർത്ഥിച്ച ഒരു കുടുംബത്തിനൊരു വലിയ വിടുതലിന് കാരണമായി തീർന്നു. ഈ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് കൂടെ ഇരുന്ന് അവിടെ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും നാം പ്രസംഗിക്കുന്ന ദൈവത്തിന്റെ വചനത്തെ ഉറപ്പിക്കും. അങ്ങനെ ഉറപ്പിക്കുമ്പോൾ അവിടെ ജനം വിശ്വാസത്തിലേക്കും വരുവാനിടയായി തീരും. ജീവനുള്ള ദൈവത്തിന്റെ മഹാത്മ്യത്തെ തിരിച്ചറിയുമ്പോൾ അനാചാരങ്ങളുടെ കെട്ടുകൾ അഴിഞ്ഞ് ആ ജീവിതങ്ങൾ സ്വതന്ത്രമാകുവാനിടയിൽ തീർന്നു. അവിടെ മതഭേദമന്യേ വർണ്ണഭേദമന്യേ പല വിഭാഗങ്ങളിലുള്ള ആ കുടുംബങ്ങൾ അതിൻ്റെ അടുത്തുള്ള ഒരു 3-4 കുടുംബങ്ങൾ കൂടി വരുവാനിടയായി തീർന്നു. അവരെല്ലാം വളരെ ഉത്സാഹത്തോടെ എല്ലാ ആഴ്ചയിലും കൂടുന്നുണ്ട്. അവിടെ ആ പ്രവർത്തനം അവിടെ വിശാലമാകേണ്ടതിനായി നിങ്ങളുടെ ഓരോരുത്തരെയും പ്രാർത്ഥനയും ചോദിക്കുകയാണ്. അവിടുത്തെ ദൈവത്തിനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെ കൂടി വന്നിരിക്കുന്ന കുടുംബാംഗങ്ങളെ എല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുയേശുവിൽ അവരും നമ്മുടെ സഹോദരങ്ങളാണ്. കർത്താവാകുന്ന ശരീരത്തിന്റെ അംശികളാണ് ആ പ്രിയപ്പെട്ടവരും. അതുകൊണ്ട് അവരെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ചേർത്ത് പിടിക്കണമെന്ന് ഞാൻ പ്രത്യേകം ഓർപ്പിക്കുകയാണ്. മഹാരാഷ്ട്ര മിഷനിലെ ഓരോ പ്രദേശങ്ങളിലും ഓരോ ഗ്രാമങ്ങളിലും നടക്കുന്ന ഓരോ ചെറിയ ശുശ്രൂഷകളും നമ്മൾ നോക്കുമ്പോൾ ഒരു ചെറിയ പ്രവർത്തനമായിരിക്കും. നാളുകളിൽ അത് വളർന്ന് വിശാലമാകും. അവിടേക്ക് പോകുവാനും അവിടെ പോയി സുവിശേഷം പറയുവാനും ഒരാൾ ഉണ്ടാകുന്നത് കൊണ്ടാണല്ലോ അവിടെ യേശുക്രിസ്തുവിന്റെ സ്നേഹം ആ ഗ്രാമങ്ങളിൽ അല്ലെങ്കിൽ ആ ചെറു പട്ടണങ്ങളിലേക്കൊക്കെ എത്തപ്പെടുന്നത്. സ്തോത്രം. അതിന് ദൈവം ഓരോരുത്തരെ കരുതുന്ന ഓർത്തേൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അങ്ങനെ ദൈവം ആൾക്കാരെ എഴുന്നേൽപ്പിക്കേണ്ടതിനായിട്ട് നാം പ്രാർത്ഥിക്കണം. നമുക്ക് കടന്നു ചിലപ്പോൾ അവിടെ പോകാൻ കഴിഞ്ഞെന്നിരിക്കുന്നില്ല. പക്ഷെ ദൈവമേ അവിടുന്ന് എഴുന്നേൽപ്പിക്കണം. ആന്ധ്രാക്കാരനായിട്ടുള്ള ഒരു ദേവദാസനാണ്, ഒരു സഹോദരനാണ്. അദ്ദേഹം ആന്ധ്രയിൽ നിന്ന് ഇവിടെ വന്ന് താനും കുഞ്ഞുങ്ങളും കുടുംബമായി അവിടെ വന്ന് പാർത്ത് സ്തോത്രം ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ തുടങ്ങി. അങ്ങനെ 1-2 സ്ഥലങ്ങളിലായി അദ്ദേഹം വേല ശുശ്രൂഷ വിശാലമായിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹം പ്രവർത്തിക്കുന്ന ആ മേഖലയിൽ നമുക്കും കർത്താവിന്റെ കൃപയാൽ കൈത്താങ്ങാകുവാൻ സഹായമാകുവാൻ കർത്താവ് നമ്മളെ സഹായിക്കുന്നു. പ്രിയപ്പെട്ടവര് അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ക്രിസ്തു യേശുവിനോടുള്ള വലിയ ഉണർവ് പരിശുദ്ധാത്മാവിന് ഉണ്ടാകുവാൻ നമുക്ക് ഒരുമിച്ച് കൈകോർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അവിടുത്തെ ദൈവവൃത്തിനെയും അവിടെ കൂടി വന്ന ആ ജനത്തെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ടവര് കടപ്പെട്ടവരാണ്. നിങ്ങളത് ചെയ്യണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ചാനൽ 1-ന്റെ മഹാരാഷ്ട്ര മിഷന്റെ അടുത്തൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും അടുത്ത ദിവസം കൂടി വരും. കാണാം. അതുവരത്തേക്ക് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുകയും ദൈവത്തിന്റെ മഹത്വം കൊണ്ട് ആനന്ദിപ്പാൻ കർത്താവ് നിങ്ങൾ കൃപയും നൽകുമാറാകട്ടെ. സ്തോത്രം. പ്രാർത്ഥനയോടെ നിങ്ങൾ ചാനൽ 1-ന്റെ മിഷൻ പ്രവർത്തനങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുന്നു. വീഡിയോ വാച്ച് ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള നന്ദിയും സ്നേഹവും ഓർപ്പിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തുവിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. വാട്സപ്പ് നമ്പർ അടിയിലുണ്ട്. പ്രയർ റിക്വസ്റ്റുകൾ ടെക്സ്റ്റ് ചെയ്യാം. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അതിനകത്ത് പങ്കുവയ്ക്കണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു. ലവ് യു ഡിയർ ഓൾ. പ്രത്യേകിച്ച് നമ്മുടെ ചാനലിൻ്റെ ഓരോ വീഡിയോസും വാച്ച് ചെയ്യുന്ന പ്രിയപ്പെട്ടവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും നിങ്ങൾ മറ്റു വീഡിയോകളൊക്കെ ഒന്ന് വാച്ച് ചെയ്യുവാനും പ്രിയപ്പെട്ടവരെ ഒന്ന് ഇൻവൈറ്റ് ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ലവ് യു ഡിയർ ഓൾ. നിങ്ങളുടെ പ്രിയ സഹോദരൻ മനോജ് മാത്യു.